ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ദിൽഷ കൂടി ഈ വീട്ടിൽ നിന്നും കോടമ്പുഴയിലെ റഹീമിൻ്റെ വീട്ടിൽ നിന്നും ചേരുകയാണ്. ദിൽഷ, അവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്, നാട്ടുകാർ കോടമ്പുഴക്കാർ മുഴുവൻ എത്തിയിട്ടുണ്ട്, വളരെ ദൂരെ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. അതേപോലെ ഈ മോചനത്തിന് സഹായിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ, റഹീം നിയമസഹായ സമിതി ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. പറയൂ. കോടമ്പുഴ പ്രദേശം എന്ന് പറയുന്നത് ഇന്ന് അവർക്ക് നിറഞ്ഞ പെരുന്നാളാണ് എന്നുള്ളതാണ്. ആ പെരുന്നാൾ നിറവിലാണ് ഇവിടെ നമുക്കത് ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരുടെ മുഖത്തും ഒരു നിറഞ്ഞ സന്തോഷം, നിറഞ്ഞ സംതൃപ്തി ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 20 വർഷമായിട്ട് കണ്ണീര് വറ്റി കാത്തിരിക്കുന്ന ഒരു ഉമ്മയുണ്ട് ഈ വീട്ടിൽ. ആ ഉമ്മയുടെ ഒരു ആനന്ദ കണ്ണീര്, അതാണ് നമ്മളെ ഏറ്റവും അധികം ഇന്നത്തെ ദിവസത്തെ ഏറ്റവും അധികം മനോഹരമാക്കുന്നത്. 20 വർഷത്തിന് ശേഷം മകൻ ജന്മനാട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ആ അമ്മയുടെ ഒരു കണ്ണീരും ആ സംതൃപ്തിയും എല്ലാം നമ്മൾ കണ്ടതാണ്. വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ കോടമ്പുഴ പ്രദേശം നാട്ടുകാരും അതുപോലെ തന്നെ നിയമസഹായ സമിതിയും ഈ ഒരു മഹാദൗത്യത്തിന് കൈകോർത്ത എല്ലാ മനുഷ്യരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, എന്ത് തോന്നുന്നു? റഹീം 20 വർഷത്തിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് എത്തുകയാണ്. റഹീം 20 വർഷത്തിന് ശേഷമാണ് ഈ റഹീം സഹായ സമിതിയിലെ ഒരു ഭാരവാഹി എന്ന നിലയ്ക്ക് വളരെ സംതൃപ്തിയും സന്തോഷവും തോന്നുന്ന ഈ പെരുന്നാൾ ദിനത്തിൽ. പ്രത്യേകിച്ച് റിയാദിൽ 20 വർഷം മുന്നേ ജഹീൻ്റെ ഈ യാദൃശ്ചികമായി സംഭവിച്ച ഈ ഇൻസിഡൻറ്റിന് ശേഷം അതിൻ്റെ കമ്മിറ്റിയുമായി പ്രവർത്തിച്ച ഒരു പ്രവർത്തകരെ, ഒരു ആളുകൾ എന്ന നിലയ്ക്ക് റിയാദിൽ അന്ന് മുതൽ ഇന്ന് വരെ റിയാദിലും അതുപോലെ സൗദിൻ്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലും ഇതിൻ്റെ ബന്ധപ്പെട്ട എല്ലാവർക്കും ഉള്ളൊരു ഹാപ്പിയിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. പ്രത്യേകിച്ച് റഹീമിനെ ഒരു നൂല് ഇഴയിലാൽ പോലെയാണ് നമ്മൾ രക്ഷിച്ച് നമ്മുടെ നാട്ടുകാരുടെ വലിയ ഒരു എഫേർട്ട്, നമ്മുടെ ക്രൗഡ് ഫണ്ടിങ് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിന് ഈ നാട്ടിലുള്ള മുഴുവനും പ്രവാസികളാവട്ടെ, നാട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ സന്തോഷം നമ്മൾ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. അള്ളാഹുവിനോട് നന്ദി പറയുക. പ്രത്യേകിച്ച് ഈ ബലിപെരുന്നാൾ ദിനത്തിൽ, കഴിഞ്ഞ ബലിപെരുന്നാളിൻ്റെ ദിവസത്തേക്ക് റഹീമിനെ നാട്ടിലെത്തിക്കണം എന്ന് ഇതിൻ്റെ സഹായ സമിതി, നാട്ടിലുള്ളതും റിയാദിലുള്ളതുമായ കമ്മിറ്റി അക്ഷീണം പ്രവർത്തിച്ചു. പക്ഷേ നിയമപരമായ ഓരോ വിഷയങ്ങളെ കൊണ്ട് അത് നീണ്ടു പോന്നു. ഈ ഒരു ബലിപെരുന്നാളിനാണ് റഹീമിനെ നമുക്ക് നാട്ടിലെത്തിക്കാൻ സാധിച്ചതിൽ അതിന് ദൈവത്തോട് നന്ദി പറയാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. റഹീമിന്റെ ഉമ്മ മാത്രമല്ല. താങ്ക് യു ദിൽഷ. എന്തായാലും അബ്ദുൾ റഹീമിന്റെ മോചനം എല്ലാവരും സന്തോഷഭരിതരാക്കിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.